ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വ്യോമപാതകളെല്ലാം അടയ്ക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരോട് നൽകാൻ നമുക്ക് കഴിയുന്ന നിർദ്ദേശം ഇപ്പോൾ യാത്ര മാറ്റിവെക്കുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്. ഗൾഫ് വിമാനങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മലയാളികളുള്ള മേഖലകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് US താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ യാത്രകൾ മാറ്റിവെക്കൂ എന്ന നിർദ്ദേശമാണ് നൽകാൻ കഴിഞ്ഞത്. സായ്കുമാർ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ഇറാൻ തിരിച്ചടിക്കുന്നു, ഇസ്രായേലും വെറുതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചും ഇറാന്റെ തെക്കൻ പ്രവിശ്യയിലും പടിഞ്ഞാറൻ പ്രവിശ്യയിലും ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വിനീത, ഇറാന്റെയും അമേരിക്കയുടെയും സൈനിക താവളങ്ങൾ അത് ഏതൊക്കെ റീജിയനിലുണ്ടോ അതൊക്കെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ ഇറാൻ വീണ്ടും പറയുന്നത്. ഇറാൻ ഇറാഖ് ഭരണാധികാരികൾ തമ്മിൽ, അവിടുത്തെ മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ ഒരു ഫോൺ സംഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഇപ്പോൾ ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ കൺട്രോൾഡ് ആണ് എന്നാണ് ബഹ്റൈൻ പറയുന്നത്. അതിൽ എല്ലാ ജനങ്ങളുടെയും, അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള താമസക്കാരുടെയും ബഹ്റൈൻ ജനതയുടെയും ഒക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടരണം. കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്, അണ്ടർ കൺട്രോൾ ആണ് എന്നാണ് ഇപ്പോൾ ബഹ്റൈൻ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന പല വിധത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. മൂന്ന് മുതിർന്ന ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പറയുകയാണ്. അതാണ് ഇറാന്റെ മൂന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഇസ്രായേലിന്റെ ക്ഷമിക്കണം സായ്കുമാർ, ഇറാന്റെയാണോ ഇസ്രായേലിന്റെയാണോ അതിൽ ചെറിയ തിരുത്തുണ്ട്. അതായത് 3 മുതിർന്ന ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഇറാൻ നൽകുകയാണ്. അവരുടെ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥർക്കും ജീവനാശം ഉണ്ടായിട്ടുണ്ട്. 3 മുതിർന്ന ഇസ്രായേലിന്റെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഇറാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായി ഇറാനിൽ അവർ തിരിച്ചടിക്കാൻ ഇനിയൊരു പക്ഷേ പറയുന്ന കാരണം അവരുടെ സൈനിക ഉദ്യോഗസ്ഥർക്കടക്കം ജീവഹാനി ഉണ്ടായി എന്നതായിരിക്കും. 3 ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം കൂടി ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. ടെലവീവിൽ ഉൾപ്പെടെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നു. ഇറാൻ ശക്തമായി ആക്രമണം നടത്തുമ്പോൾ 3 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടതെന്ന ഇസ്രായേൽ അവകാശവാദവും വരികയാണ്. അതായത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ ഉണ്ടായ ആക്രമണങ്ങളിൽ നമുക്കറിയാം സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അതിലാണ് ഇപ്പോൾ 3 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ, 3 മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. ഇപ്പോൾ ദുബായിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം, അവിടുത്തെ താമസക്കാർ, പൗരന്മാർ, സഞ്ചാരികൾക്കൊക്കെയും സുരക്ഷ ഒരുക്കുക, പൗരന്മാർക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പ്രഥമ പരിഗണന. അതിനുവേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ദുബായിയുടെ ഭാഗത്തുനിന്ന് ദുബായ് മീഡിയ ഓഫീസ് നൽകുന്ന വിവരം. ഇതാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്ന മാർഗനിർദ്ദേശം കൂടി നൽകുകയാണ്. 2ാം ഘട്ട ആക്രമണം ഇറാൻ നടത്തുമ്പോൾ അതിൽ ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ടെലവീവിൽ ഉൾപ്പെടെ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആദ്യഘട്ട ആക്രമണത്തിൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള താവളങ്ങളെല്ലാം തന്നെ, അതിൽ വ്യോമത്താവളങ്ങളും നാവിക താവളങ്ങളുമുണ്ട്, ഇതെല്ലാം തന്നെ ഇറാൻ ആക്രമിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേലിലും സമാന്തരമായ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസ് ടെലവീവിലേക്കും ബഹ്റൈനിലേക്കും ഗൾഫ് മേഖലയിലേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു. ഇൻഡിഗോയും എയർ ഇന്ത്യയും വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിമാന സർവീസുകൾ ഇതാ നിർത്തിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ